നിന്നവയവങ്ങളൊഴിഞ്ഞു മുൻമൊഴിയുന്ന തെന്നി മുനികൾക്കുമെന്നംബികേ കഴിവില്ലയൊന്നുമതു കൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ തെഴുമേനി നിന്നവയവങ്ങളൊഴിഞ്ഞു മുൻമൊഴിയുന്ന തെന്നി മുനികൾക്കുമെന്നംബികേ കഴിവില്ലയൊന്നുമതു കൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു
കൊച്ച ഫ്രണ്ടിൽ അല്ലേ? Update. അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കേ.
ഫോട്ടോ എടുപ്പാണ്. മോനെ നിൽക്കേ വരട്ടെ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എൻ്റെ ഫോട്ടോ കണ്ടോ? കുഴപ്പമില്ല. ആ ശരി.
Hai. Halo. Deh. Dance, dance.
എടുത്ത് കേട്ടോ.
ശാഖാ സെക്രട്ടറി ശ്രീ പുരുഷോത്തമ പണിക്കർ എന്നിവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ബിജു എം പി യൂണിയൻ പഞ്ചായത്ത് മെമ്പർ, ശ്രീ സുനിൽ കുമാർ ശാഖാ യൂണിയൻ കൗൺസിൽ മെമ്പർ, SNDP യോഗം ഡൽഹി യൂണിയൻ ശാഖ നമ്പർ 5291 NRC ശാഖയുടെ ചതയ ദിനാഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രീ സൂരജ് സുനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭദ്രദീപം തെളിയിക്കുവാനായിട്ട് ശ്രീമതി ദീപ്തി PJ ക്ഷണിക്കുന്നു. ദീപാർപ്പണത്തിനായി ആര്യനന്ദ, ആരവ്, ആദ്യ, അളകനന്ദ, അലംകൃത, കാർത്തിക്, കീർത്തന, വാസുദേവ്. मेरी
ദശക ആലാപനമാണ് കുമാരി ശ്രേയ പുരുഷോത്തമൻ. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപ്പിക്ക്, പുരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളോടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം. നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദലും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതുമൊഴിയുമൂർത്തി നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. സ്വാഗതം ആശംസിക്കുവാനായിട്ട് സൂരജ് സുനിലിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. SNDP യോഗം ഡൽഹി യൂണിയൻ 5291
NRC ശ്രീനിവാസരി ശാഖയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 171 ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷമാണ് വളരെ ഭംഗിയായി നടത്തുവാൻ വേണ്ടി ഇന്നിവിടെ സന്നിധരായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കുചേരാനുള്ള ഞങ്ങളുടെ ക്ഷണം ഊഷ്മളമായി സ്വീകരിച്ച നമ്മുടെ വിശിഷ്ടാതിഥി ഡെപ്യൂട്ടി സെക്രട്ടറി ടു ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേരള ഹൗസ് ശ്രീമതി ദീപ്തി അവരുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ 171 ജയന്തി ദിനാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഗുരുദേവ പ്രഭാഷണം വളരെ ലളിതമായ ഭാഷയിൽ ഹൃദയത്തിൽ നിന്നും ഗുരുവിനെ പറ്റി പറയാൻ കഴിയുന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് റിട്ടയർഡ് തഹസിൽദാർ ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഡയറക്ടർ ശ്രീനാരായണ ദർശന പഠന കേന്ദ്രം ആര്യാട് ആലപ്പുഴ, ഇന്നത്തെ പ്രഭാഷകൻ കൂടിയായ ശ്രീ വിജയലാൽ നെടുങ്കണ്ടം അവർ. അദ്ദേഹത്തെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ സ്വാഗതം ചെയ്യാനുള്ളത് ഡൽഹിയിലെ എല്ലാ SNDP ശാഖകൾക്കും കരുത്തു നൽകുന്ന നമ്മുടെ യൂണിയൻ ഭാരവാഹികളെയാണ്. ആർക്കും ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും ജയന്തി ദിനാഘോഷം നടക്കുന്നതിനാൽ പലരും എത്തിച്ചേർന്നിട്ടില്ല. അതിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ശ്രീ അനിൽ TS യൂണിയൻ പ്രസിഡൻ്റാണ്. അവരുടെ ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ സേരി അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ യൂണിയൻ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂണിയൻ മുൻ സെക്രട്ടറി ശ്രീ K പ്രിൻസ് അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂണിയൻ്റെ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീ സുധാ ലച്ചു, വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ജ്യോതി ബാഹുലയൻ അവരുടെയും ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ശാഖാ ഭാരവാഹിയും യൂണിയൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ ബിജു MB അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്തത് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ശാഖാംഗങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ശാഖയുടെ ഭാരവാഹികളെയാണ്. ആദ്യമായി ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനും ശാഖയുടെ പ്രസിഡന്റും കൂടിയായ ശ്രീ കൃഷ്ണലാൽ അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഒരു കാരണവരും നമ്മളുടെ ശാഖയുടെ സെക്രട്ടറിയുമായ ശ്രീ പുരുഷോത്തം പണിക്കർ അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശാഖാ യൂണിയൻ കൗൺസിൽ മെമ്പർ ശ്രീ സുനിൽകുമാർ അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശാഖയുടെ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി പ്രീതി ദിനേശൻ അവരുടെ ഗുരുദേവ ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശാഖാ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി രേഖാ ദിനേശനെ ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ശാഖയുടെ എല്ലാ കാര്യങ്ങൾക്കും ശാഖയുടെ തീരുമാനങ്ങൾക്കൊപ്പം എന്നും കൂടെ നിൽക്കുന്ന ശാഖയുടെ അംഗങ്ങളെയാണ്.
അതോടൊപ്പം ശാഖയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും SNDP 5291 നമ്പർ NRC ശാഖയുടെ പേരിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി ദീപ്തി PJ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനാണ് ക്ഷണിക്കുന്നു. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തമേന ചരാചരം തത്പദം ദർശനമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനം ശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീഗുരുവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് വിനീതമായ നമസ്കാരം. ആദ്യമായി എന്നെ ഈ പുണ്യദിനത്തിൽ ഈ ഒരു മഹത്തായ കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ ക്ഷണിച്ചു വരുത്തിയ എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീമൻ സിജി അവർകൾക്കും, അതുപോലെ ഈ SNDP ശാഖ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആയ പൂജ്യരായ വ്യക്തികളെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളെക്കുറിച്ചോ ഒന്നും വളരെ ഗഹനമായ രീതിയിലൊരു പ്രഭാഷണം നടത്തുന്നതിനുള്ള വാഗ്മിത്വമൊന്നുമില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടുകൂടി തന്നെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. ഒരു തത്വചിന്തകൻ, ആധ്യാത്മിക ഗുരു, ഒരു യോഗി വര്യൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നിങ്ങനെയുള്ള ഗുരുദേവൻ എന്തൊക്കെയാണോ അതെല്ലാം മുൻ തലമുറ കഥകളായി പറഞ്ഞു തന്നത് കേട്ടും പിന്നീട് അവയൊക്കെ വായിച്ചും പഠിച്ചുമൊക്കെ വളർന്നു വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. ഗുരുദേവൻ്റെ തത്വചിന്തകളിൽ ഏതാണ് ഏറ്റവും മൂല്യമുള്ളത് എന്ന് ചോദിച്ചാൽ അത് പറയുന്നതിന് വിഷമമായി വരും. കാരണം ഗുരുവിൻ്റെ തത്വചിന്താ ശകലങ്ങൾ എപ്പോൾ കേട്ടാലും വായിച്ചാലും ഒക്കെ അത് നമ്മെ പിടിച്ചിരുത്തി ചിന്തിപ്പിച്ച് ജീവിതത്തിൽ അതൊക്കെ അന്വർത്ഥമാക്കണമെന്നുള്ള പ്രേരണ നൽകുന്നതാണ്. എന്നിരുന്നാലും ഒരു മനുഷ്യൻ ജനിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അതിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് അവസാനം മരണാനന്തരമുള്ള ക്രിയകൾ വരെ എങ്ങനെ ആയിരിക്കണമെന്ന് ഗുരുദേവൻ വളരെ ലളിതവും എന്നാൽ ശാസ്ത്രീയവും ഗഹനവുമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നാം അത് എത്രത്തോളം അന്വർത്ഥമാക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പകർത്തുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും ഒരു അത്യാർഭാടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ. എന്നിരുന്നാലും ചെറിയ മൺകൂടുകൾക്കുള്ളിൽ ചിറകൊതുക്കി നിശബ്ദരായി നിരാലംബരായി നിന്നിരുന്നിടത്തു നിന്നും വർണ്ണാഭമായ ചിറകു വീശി ഏത് ഉയരത്തിലും പറക്കത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് ഗുരുദേവൻ ആ ഒരു സാമൂഹ്യ നീതിയുള്ള ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റിയതിൽ ഗുരുദേവൻ വഹിച്ച പങ്ക് അനിർവചനീയമാണ്. അദ്ദേഹത്തെ ഒരു ആത്മീയ വിപ്ലവകാരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ നമ്മുടെ അസമത്വങ്ങളിൽ നിന്നെല്ലാം അസമത്വങ്ങളിൽ നിന്നും നമ്മുടെ അടിച്ചമർത്തലുകളിൽ നിന്നുമെല്ലാം നാം ആ കുരുക്കുകളിൽ നിന്നെല്ലാം അഴിയപ്പെട്ടു. വിദ്യാഭ്യാസപരമായി പ്രബുദ്ധരായി ഭൗതികമായും ബൗദ്ധികമായും നാം ഏറെ പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നു. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഗുരുദേവൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയില്ലാത്ത സമ്പത്തിനെ പറ്റി നമുക്ക് സമാധിസ്ഥനാകുന്നതിന് മുമ്പ് ഗുരു നമുക്ക് നൽകിയിട്ട് പോയ ആ ഒരു സമ്പത്തിനെ പറ്റി നാം കൂടുതലായി ചിന്തിക്കേണ്ടത്. അതായത് അദ്ദേഹം നമുക്ക് നൽകിയിട്ട് പോയ ആത്മീയ സമ്പത്ത്.
ഒരു മനുഷ്യൻ്റെ ജന്മം സഫലമാകുന്നത് അവൻ ആത്മീയമായി ആത്മസാക്ഷാത്കാരം ലഭിച്ച് മോക്ഷത്തിലേക്ക് പോകുമ്പോഴാണ്. ഓരോ ജന്മവും നമ്മളെ അതിന് പക്വമാക്കി കൊണ്ടുവരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയായി മാറുന്നു. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആത്മീയത എന്ന് പറയുന്നത് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഉള്ളിൽ നിൽക്കുന്നതല്ല, അതിനെല്ലാം അതീതമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നമ്മുടെ വ്യക്തിജീവിതത്തിലായാലും നമ്മുടെ കർമ്മരംഗത്തായാലും നമുക്ക് വളരെയധികം വിഷമസന്ധികളെ നേരിടേണ്ടി വരും. അത് കുട്ടികൾക്കായാലും യുവാക്കൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നാം ആ വിഷമഘട്ടങ്ങളെ ഒരു സ്ഥിതപ്രജ്ഞയോടുകൂടി, അതായത് ഒരു സമചിത്തതയോടുകൂടി നേരിടണമെന്നുണ്ടെങ്കിൽ നാം കുട്ടികളിൽ ആയിരിക്കുമ്പോൾ തന്നെ ശരിക്കും ഭൗതികമായ പുരോഗതിക്കൊപ്പം ആത്മീയ ജീവിതം കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തു തന്നെ ആയാലും നമ്മിലെ ശുഭവാസനകളെ വളർത്തി നമ്മുടെ ശുദ്ധ ബോധത്തെ തെളിയിച്ച് നമ്മുടെ ചുറ്റുമുള്ള പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്, സർവ്വവ്യാപിയായിട്ടുള്ള പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തി തന്നെയാണെന്നുള്ള കാര്യം അനുഭവവേദ്യമാകുന്ന തരത്തിൽ ആത്മീയമായ കാര്യങ്ങൾ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് നാം എല്ലാം ആത്മജ്യോതി വിളങ്ങുന്ന തേജസ്സുറ്റവരായി മാറട്ടെ. അതിന് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് തന്നെ നമുക്ക് മതിയാവുന്നതാണ്. അത് കൂടുതൽ പഠിക്കുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഒരു ഗുരുദക്ഷിണയായി ആ ഒരു വഴിയിലൂടെയുള്ള സഞ്ചാരം തന്നെ നമുക്ക് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഗുരുദക്ഷിണയായി അർപ്പിക്കാം. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന SNDP യോഗം ഡൽഹി യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ CDA ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സുനിൽ CDA ആശംസകൾ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശാഖയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണൻലാൽ ജി അവറുകൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, വിശിഷ്ടാതിഥിയായ ശ്രീമതി DTPJ, അതുപോലെ തന്നെ ശാഖയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ശ്രീലാൽ നെടുങ്കണ്ടം അവറുകൾ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശാഖാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ഈ ശാഖയിൽ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ശ്രീനിവാസപുരി ശാഖയുടെ പ്രവർത്തകരെ, അവരോടുള്ള അകവഴിഞ്ഞ നന്ദി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശാഖയുമായിട്ടുള്ള ബന്ധം വളരെ പഴയതാണ്. ശാഖ തുടങ്ങി വെച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സജീവനെയും, അതുപോലെ തന്നെ അന്ന് സെക്രട്ടറി ആയിരുന്ന ശ്രീ ഭൂവേശനെയും ഓർക്കാതെ ഒരു പരിപാടിയിലൂടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്.
അവരുടെയൊക്കെ അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ് NRCയിൽ ഒരു ശാഖ ഉണ്ടായത്. ആ ശാഖ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഈ തിരുജയന്തിയുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തണമേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ബിജു MP യൂണിയൻ പഞ്ചായത്ത് മെമ്പറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സംഭൂജിയായ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ചതയദിന ആശംസകൾ നേർന്നു. എനിക്ക് കൂടുതൽ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യം പാട്ട് പാടാനാണ്. അല്പസ്വല്പം എൻ്റെ ചെറിയൊരു നോളജ് വെച്ച് ഒരു കീർത്തനം ഞാൻ തന്നെ എഴുതിയത് ആലോചിച്ച് ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു അർപ്പണമായിട്ട് ഞാൻ ഇരുന്നു. ഞാൻ തന്നെ എഴുതിയതാണ്. സ്വരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശലം നോക്കി വായിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ടീച്ചറൊക്കെ എവിടെ ഇരിപ്പുണ്ട്? ഗുരുവരനരുൾ ചെയ്ത പുണ്യനാമങ്ങൾ ഉരുവിടമടിയങ്ങൾക്കെന്നുമാശ്രയം മനമോടെ ഒരു വിട്ടാൽ മനഃശാന്തി നേടാം. ഗുരുവരനരുൾ ചെയ്ത പുണ്യനാമങ്ങൾ ചതയ നക്ഷത്രത്തിലവതരനായി അവശജനങ്ങൾക്ക് ആശ്രിതമേകി ലോകജനതയ്ക്ക് ശ്രീ ഗുരുവായി അറിവിൻ നിറമായി അമരുമൻ ദേവൻ ഗുരുവരനരുൾ ചെയ്ത പുണ്യനാമങ്ങൾ ശിവഗിരിനാഥ ശ്രീ ഗുരുദേവാനിൻ ഹൃദിസാഗരം വേഗുവാൻ വരമരുളേണം പകലിനും രാത്രിക്കും വെളിച്ചവുമേക അറിവിന്റെ നാഥനായി നീയമരുന്നു ഗുരുവരനരുൾ ചെയ്ത പുണ്യനാമങ്ങൾ ധനി സരി ഗരി സരി സരി സനി ദബ ബബ ധനി സരി 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 സനി ദബ ബബ ധനി സരി സനി ദബ സനി ദബ മഗരി സ ഗുരുവരനരുൾ ചെയ്ത പുണ്യനാമങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ സുനിൽ കുമാർ ശാഖ യൂണിയൻ കൗൺസിൽ മെമ്പറിനെ ക്ഷണിക്കുന്നു. ഓം ഗുരുദേവ ശരണം ശരണം. എനിക്കങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. SNDP യോഗം ഡൽഹി യൂണിയൻ 5291 NRC ശാഖാ പ്രസിഡന്റും യോഗാധ്യക്ഷനുമായ ശ്രീ കൃഷ്ണലാൽ അവർകൾ, സെക്രട്ടറി ശ്രീ പുരുഷോത്തമൻ പണിക്കർ അവർകൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീമതി ദീപ്തി PJ അവർകൾ, SNDP യോഗം ഡൽഹി യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ CD സുനിൽകുമാർ അവർകൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഗുരുധർമ്മ പ്രചാരകനും പ്രഭാഷകനുമായ ശ്രീ വിജയലാൽ നെടുങ്കണ്ടം അവർകൾ, SNDP യോഗം 5291 NRC ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീ സൂരജ് സുനിൽ അവർകൾ, വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി പ്രീതി ദിനേശൻ അവർകൾ, സെക്രട്ടറി ശ്രീമതി രേഖ ദിനേശൻ അവർകൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശാഖയിലെ എല്ലാ അംഗങ്ങളെ എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തി ആശംസകൾ നേർന്നുകൊള്ളുന്നു. ആയുസ്സും വപസ്സും ആത്മതപസ്സും മാനവ ധർമ്മത്തിനായി അർപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ 171
തിരുജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുരുദേവ തിരുജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് കുറച്ചുകൂടി പറയാനുണ്ട്. ഇത്രയും ഇന്നിവിടെ നിന്ന് വേർത്ത് ഈ സഭാകമ്പം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത്രയെങ്കിലും എന്നെ പറയാൻ ഇവിടെ പ്രാപ്തനാക്കിയത് ഈ ശാഖയിലെ അംഗങ്ങളും ഭാരവാഹികളുമാണ്. അതിന് പ്രത്യേക നന്ദി നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി പ്രീതി ദിനേശിനെ ക്ഷണിക്കുന്നു, ശാഖ വനിതാ സംഘം പ്രസിഡന്റ്. എല്ലാവർക്കും നമസ്കാരം. ഭഗവാന്റെ തിരുവവതാര ദിനമായ ഈ സുദിനത്തിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാതാരവിന്ദങ്ങളിൽ എൻ്റെ മനസ്സാ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ യോഗാധ്യക്ഷനും ശാഖാ പ്രസിഡന്റുമായ ശ്രീ കൃഷ്ണലാൽ അവർകൾ, SNDP യോഗം ഡൽഹി യൂണിയന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ CD സുനിൽ അവർകൾ, ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്സിസ് ദീപ്തി PJ അവർകൾ, ഡെപ്യൂട്ടി സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് കേരള, ഇന്ന് നമുക്ക് ഗുരുദേവനെ കുറിച്ച് ഇവിടെ ഒരു പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ഏകദേശം 1000 വേദികൾ, 1000-ലധികം വേദികളിൽ പ്രഭാഷണം നടത്തിയ ശ്രീ 2024 വേദികളിൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്ന 1000 എന്നതാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. 2024 വേദികളിൽ പ്രഭാഷണം നടത്തി 2025 ഈ വർഷവും 2025 തന്നെ. അതിന് ശ്രീനാരായണ ഗുരുദേവ നിയോഗമായി ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്ന ശ്രീ വിജയലാൽ സാർ അവർകൾ, നമ്മുടെ ശാഖാ സെക്രട്ടറി ശ്രീ പുരുഷോത്തമ പണിക്കർ അവർകൾ, ശാഖയുടെ മറ്റാദരണീയരായ ഭാരവാഹികളെ, യൂണിയൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിജു MV അവർകൾ, വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികളെ, എല്ലാത്തിനുമുപരി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവ നാമത്തിൽ നമസ്കാരം. എന്താണ് ഞാൻ പറയേണ്ടത്? വിജയലാൽ സാറിൻ്റെ ഓരോ വാക്കും കേൾക്കാൻ അക്ഷമരായി കാത്തിരിക്കുന്ന നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. എങ്കിലും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ ഒരു ആശംസ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ച ധർമ്മ പന്ഥാവിലൂടെ ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകണം. അതിന് ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാകടാക്ഷം ഉണ്ടായേ തീരൂ. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ച്, ഗുരുദേവനെ ആത്മാവിൽ അറിഞ്ഞ്, ഗുരുദേവനെ അനുഭവിച്ച് ആ ഗുരുദേവനിലൂടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ സ്വീകരിക്കാനായി നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ പ്രാപ്തരാക്കണം. അങ്ങനെ ഈ ലോകത്തിൻ്റെ സംസാര പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം വിട്ട് നമ്മുടെ ഭഗവാനെ അറിയുന്നതിനുള്ള ഒരു മനസ്സും ശരീരവും നമുക്കുണ്ടാകണമേ. ആ പാതയിലൂടെ തന്നെ ആയിരിക്കണം ഇനി നമ്മുടെ യാത്രയെന്നും അതിന് ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകണമേ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുതന്നെയാണ് ഈ സുദിനത്തിൽ, ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, പിണ്ടനന്ദിയിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാത്ത ഭഗവാനോടാണ് അവിടെ നന്ദി പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ, ആ ഭഗവാനോടുള്ള നന്ദി പോലെ തന്നെ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ എത്തിച്ച ശ്രീനാരായണ ദർശനങ്ങൾ, ഭഗവാന്റെ കൃപാകടാക്ഷം, ഭഗവാൻ ബലിയർപ്പിച്ച ആത്മതപസ്, ഇതെന്നും നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകണം. അങ്ങനെ യഥാർത്ഥ ശ്രീനാരായണീയരായ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചുകൊണ്ട് നമ്മൾ ശ്രീനാരായണീയരാകുന്നില്ല. നമ്മൾ യഥാർത്ഥ ശ്രീനാരായണീയരാകുന്നത് ഗുരുദേവൻ കാണിച്ച പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അതിനുള്ള ആത്മവിശ്വാസവും മനക്കരുത്തും നമുക്ക് ഏവർക്കും ശ്രീനാരായണ ഗുരുദേവൻ നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. 2 വാക്ക് വിജയലാൽ സാറിനെ കുറിച്ച് കൂടി ഞാൻ പറയുകയാണ്. വിജയലാൽ സാർ പൂർണ്ണ സമർപ്പണത്തോടുകൂടി, പൂർണ്ണ ആത്മസമർപ്പണത്തോടുകൂടി ഗുരുദേവ സാഹിത്യത്തിലേക്ക് ഒരു കൃതി സംഭാവന ചെയ്യുകയുണ്ടായി. അതാണ് യോഗനയനങ്ങൾ മിഴിനീരണിയുമ്പോൾ എന്ന കൃതി.
ആ ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ ഗുരുദേവ സാഹിത്യത്തിൽ തൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു വിജയലാൽ സാർ. അത് ഗുരുദേവ കൃപാകടാക്ഷം എന്ന് തന്നെ സാറും വിശ്വസിക്കുന്നു, ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ യോഗ നയനങ്ങളെ കുറിച്ച് ആദ്യമായി പറയുന്നത് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. ആ യോഗ നയനങ്ങൾ ആത്മഹർഷം കൊണ്ടാണോ ആത്മദുഃഖം കൊണ്ടാണോ പിന്നീട് യോഗ നയനങ്ങൾ മിഴിനീരണിഞ്ഞത് എന്നുള്ള ഒരു യാത്രയായിരുന്നു വിജയലാൽ സാറിന് യോഗ നയനങ്ങൾ മിഴിനീരണിയുമ്പോൾ എന്ന പുസ്തകം. സർ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത പുസ്തകം. വളരെ ടച്ചിങ് ആയിട്ടുള്ള മറ്റു പല ഗുരുദേവനെ കുറിച്ചാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ ഗുരുദേവ ചരിത്രങ്ങളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ യോഗ നയനങ്ങൾ മിഴിനീരണിയുമ്പോൾ എന്ന കൃതി നമുക്ക് സമ്മാനിച്ച വിജയലാൽ സാറിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ശ്രീനാരായണ സമൂഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, കാരണം ഞാൻ എടുക്കുന്ന ഓരോ മിനിറ്റും വിജയലാൽ സാറിൻ്റെ സമയം അപഹരിക്കലാണ്. അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ഭഗവാന്റെ കരുണാകടാക്ഷം കൊണ്ടുണ്ടാവണമേ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത ആശംസാ പ്രസംഗത്തിനായി ശാഖ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി രേഖ ദിനേശിനെ ക്ഷണിക്കുന്നു. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുടുംബാംഗങ്ങളെ, കുട്ടികളെ, എല്ലാവർക്കും ഗുരുദേവ തിരുജയന്തി ആശംസകൾ. ഇന്ന് 2 കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആദ്യമായിട്ട് ചതയ ദിനത്തിൽ ഞങ്ങൾക്കൊരു വളരെ സന്തോഷമായൊരു സമ്മാനം കിട്ടി. അത് നമുക്ക് തന്നത് നമ്മുടെ പ്രഭാഷകനായ വിജയലാൽ സാറാണ്. അതും ഗുരുദേവനെ കുറിച്ചുള്ള പുസ്തകം. രണ്ടാമത്തെ കാര്യം, ഇന്ന് സാർ ഒരു കുറച്ച് സമയം നമ്മളോടൊന്ന് സംസാരിച്ചു രാവിലെ. അതിൽ നിന്ന് വളരെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷം നൽകുമെന്ന് ഉറപ്പായിട്ടും മനസ്സിലാക്കുന്നു. പിന്നെ ഈ ഗുരുദേവ ജയന്തി ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ഗുരുദേവനെ അറിയാൻ, നമ്മുടെ ഉള്ളിലുള്ള ഗുരുദേവനെ കൂടുതൽ അറിയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം അതിനുള്ള എല്ലാ സഹായവും വിജയലാൽ സാറിൽ നിന്നും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് സ്നേഹാദരവുകളാണ്. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി ദീപ്തി PJയെ ആദരിക്കുന്നതിന് വേണ്ടി ശാഖ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി പ്രീതി, സെക്രട്ടറി ശ്രീമതി രേഖ, രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കയ്യടിയാവാം. അടുത്തത് നമ്മുടെ ഗുരുദേവ പ്രഭാഷകൻ ശ്രീ വിജയലാൽ സാറിനെ ആദരിക്കുകയാണ്. ഇതിനുവേണ്ടി SNDP ഡൽഹി യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ സുനിൽ CD ക്ഷണിക്കും. ഇനി 1-2 വിശിഷ്ട വ്യക്തികളെ പൊന്നാടി അണിയിക്കലാണ്. ശ്രീ സുനിൽ CDയെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ശാഖാ സെക്രട്ടറി ശ്രീ പുരുഷോത്തമ പണിക്കരെ ക്ഷണിക്കുന്നു.
അടുത്തത് SNDP യോഗം ഡൽഹി യൂണിയൻ പഞ്ചായത്ത് അംഗം ശ്രീ ബിജുവിനെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കൺവീനർ ശ്രീ വിനയ് ചന്ദ്രനെ ക്ഷണിക്കുന്നു. അടുത്തത് SNDP യോഗം ഡൽഹി യൂണിയൻ കൗൺസിൽ മെമ്പർ ശ്രീ സുനിലിനെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ശാഖ വൈസ് പ്രസിഡന്റ് സൂരജിനെ ക്ഷണിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളേവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഗുരുദേവ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ വിജയലാൽ സാറിനെ ക്ഷണിക്കുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 5299 നമ്പർ ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശാഖായോഗത്തിൻ്റെ പ്രഥമ പുരുഷൻ ഏറെ ബഹുമാന്യനായ കൃഷ്ണലാൽജി അവർകൾ ഈ മഹാസമ്മേളനം ദാർശനിക ഗരിമയുടെ അമൃതബിന്ദുക്കൾ കൊണ്ട് ഇതറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത മുഖ്യാതിഥി കൂടിയായ ശ്രീമതി ദീപ്തി രാജേഷ് അവർകൾ, ഡൽഹി യൂണിയൻ്റെ സാരഥി ഏറെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അവർകൾ, ശാഖായോഗത്തിൻ്റെയും യൂണിയൻ്റെയും വിവിധ സാരഥികൾ, വനിതാ സംഘത്തിൻ്റെ സാരഥികൾ, യൂത്ത് മൂവ്മെൻറ്റ് ബാലജനയോഗം സാരഥികൾ, ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സർവോപരി ശ്രീ നാരായണീയരായ എൻ്റെ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാരായണ ഗുരുസ്വാമിയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നാം സംസാരിക്കുമ്പോൾ പലരുടെയും നെറ്റി ചുളിയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ എൻ്റെ മുത്തച്ഛനോടൊപ്പം ജീവിച്ച്, മുത്തച്ഛനെ പോലെ ജീവിച്ച്, ആഹാരം കഴിച്ച്, പായയിൽ കിടന്നുറങ്ങി, അങ്ങനെ കന്നി5-ന് നിര്യാണം സംഭവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഇതൊക്കെ അവിശ്വസനീയങ്ങളാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ശ്രീ നാരായണ പരമഹംസർ തിരുവവതാരം ചെയ്ത കേരളത്തിന്റെ മണ്ണിൽ ഇന്നുണ്ട്. കല്ലെടുത്താലമ്മ കണ്ണുറുത്തും, ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയെ തുടയിലാടിക്കുവാനോടിയെത്തും. ഒരു തുള്ളി പുതുമറയെങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ഛൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകയും അപ്പൂപ്പൻ പോലും വരക്കിടുന്നു. മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിനെ തൊട്ടുകൂടാൻ. കുറിപാടും നേരം മധുമുറി ചൊല്ലുവാൻ, അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ, ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ,
മീനുകളോടൊന്നു മിണ്ടിടുവാൻ പാടത്തു പോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ. ചുണ്ടുകൾ നന്നായി മുറുക്കി ചുവപ്പിച്ച ചാരത്തു ചെന്നുകൂടാം. കാലികൾ നേടുന്ന കുന്നിൻ ചെരുവിലെ എത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ. ആറ്റിലിറങ്ങുവാൻ കുളിരന്നറിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ പുഴയുടെ തീരത്ത് പൂലിമലയിൽ പൂത്താങ്കിരിക്കളി പാടില്ലത്രേ. മലയുടെ പുരിനെ വാരിപ്പുണരുവാൻ മണ്ണിനെ മാറോടു ചേർത്തിടുവാൻ വെയിലിനോടൊന്നു വിയർത്തു നടക്കുവാൻ നീലാവിരഴിഞ്ഞിടുവാൻ പേരമരത്തിൽ വലിഞ്ഞു കയറുവാൻ വരുവതിലൊന്നിലും ചെന്നുകൂടാം. കൂട്ടുകാരത്തൊന്നു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല. വീഴ്ച വിരപ്പിക്കും അച്ഛനൊന്നുണ്ണിക്ക് തരം ടീച്ചറുണ്ട്. ഒച്ച വെച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക്. ഉണ്ണിക്കു നക്ഷത്രം എന്നുവാൻ നേരമില്ല. ഉണ്ണിക്കു നാവിൽ നേരമില്ല. ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്നു കൊഞ്ചി പറയുവാൻ നേരമില്ല. കുഞ്ഞി സ്വയം ഒരു പായായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൽ നേരമിൽ. ഉണ്ണിക്കു നേരമില്ല. നേരമില്ല. നേരെ ഇരിക്കുവാൻ നേരമില്ല. താങ്ക് യു. അടുത്തത് ശ്രേയ രഞ്ജിത്തിൻ്റെ ഒരു ഭരതനാട്യമാണ്. ശ്രേയ ഇന്ദു രഞ്ജിത്ത് ദമ്പതികളുടെ പുത്രിയാണ്. ആർക്കെപുരം NKK ഡാൻസ് അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രേയയുടെ ഒരു പെർഫോമൻസ് നാട്ടിൽ ഗുരുവായൂരമ്പലത്തിലുണ്ടായിരുന്നു. ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ 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 ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. ഓ ശംഭോ ശിവശംഭോ സ്വയംഭോ ഓ ശംഭോ ശിവശംഭോ സ്വയംഭോ സ്വയംഭോ.
निर्गुण परब्रह्म स्वरूप गमागमभूत प्रपञ्च रहित निर्गुण परब्रह्म स्वरूप गमगमभूत प्रपञ्च रहित निज गुण निहित नितान्त अनन्त निज गुण निहित नितान्त अनन्त आनन्द अतिशय अक्षय लिंग निज गुण निहित नितान्त अनन्त आनन्द अतिशय अक्षय लिंग शंभो शिव शंभो स्वयं भो शंभो शिव शंभो स्वयं भो स्वयं धीमित धीमित धीमि धीमि कीटतकतुम तुम तरि कीट धीमि कीटतकतुम धीमित धीमित धीमि धीमि कीटतकतुम तुम तरि कीट धीमि कीटतकतुम धीमित धीमित धीमि धीमि कीटतकतुम तुम तरि कीट धीमि कीटतकतुम मतंग मुनिवर वंदित ईशा सर्वदिगंबर वेशित वेशा नित्य निरंजन नृत्य नटेशा ईशा सर्वेशा सर्वेशा धीमित धीमित धीमि धीमि कीटतकतुम तुम तरि कीट धीमि कीटतकतुम मदंग मुनिवर वंदित ईश सर्वदिगंबर वेशित वेश नित्य निरंजन नृत्य नटेश ईश सर्वेश सर्वेश शंभो शिव शंभो स्वयं भो शंभो शिव शंभो स्वयं भो स्वयं शिव शंभो स्वयं शिव शंभो स्वयं ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് തിരുജയന്തി ആഘോഷത്തിന് വേളയിൽ ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. യോഗാധ്യക്ഷൻ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ശാഖാ പ്രസിഡന്റ് ശ്രീ കൃഷ്ണലാലിനെ എൻ്റെയും ശാഖയുടെ പേരിലുള്ള നന്ദി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ വലിയ ജോലി തിരക്കിനിടയിൽ നിന്നും നമ്മുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ശ്രീമതി ദീപ്തി പി ജെ ഡെപ്യൂട്ടി സെക്രട്ടറി ടു കേരള ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ കേരള ഹൗസാണ്. ശ്രീമതി ദീപ്തി മാഡത്തിനും എൻ്റെയും ശാഖയുടെ പേരുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുന്നു. ഇവിടെ എൻ്റെ സുഹൃത്തും എൻ്റെ കുട്ടികൾക്കാലമുള്ള സുഹൃത്താണ് വിജയൻ നെടുങ്കണ്ടം. നമ്മുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ വന്ന് നല്ലൊരു പ്രഭാഷണം നമുക്ക് വേണ്ടി ഗുരുവിനെ അറിയുവാൻ വേണ്ടി നടത്തിയ അദ്ദേഹത്തിനും വളരെ ഏറെ സന്തോഷകരമായ ഈ ഒരു വേദി നമുക്ക് സൃഷ്ടിച്ച ശ്രീ വിജയലാൽ നെടുങ്കണ്ടത്തിനും എൻ്റെയും ശാഖയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം സമർപ്പിച്ച നമ്മുടെ
ശാഖായോഗം വൈസ് പ്രസിഡന്റ് ശ്രീ സൂര്യസുനിലെയും എൻ്റെയും ശാഖയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണമനുസരിച്ച് യൂണിയനിൽ നിന്നെത്തിയ നമ്മുടെ എന്ത് കാര്യം വിളിച്ചാലും ഇവിടെ എത്തി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ CD സുനിൽ, യോഗം വൈസ് പ്രസിഡന്റ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല, അല്ലാതെ ഈ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ യോഗം, നമ്മുടെ ശാഖ തുടക്കം മുതൽ, അതായത് അദ്ദേഹം പറഞ്ഞു ശ്രീ ഭുവേശനെയും സജീവനെയും ഓർക്കാതൊരു കാര്യമില്ല. അന്നോട്ട് അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ എപ്പോഴുമുള്ള നമ്മുടെ യൂണിയൻ വൈസ് പ്രസിഡന്റ് CD സുനിൽകുമാറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായി വന്ന കുടുംബത്തെയും എൻ്റെയും ശാഖയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ CK ഫ്രണ്ട്സ്, നമ്മുടെ പ്രസിഡന്റ് TS അനിൽ, ഇവരൊന്നും നമ്മളെ എത്തിയിട്ടില്ല. നമ്മുടെ തിരക്കിടയിലും നമുക്ക് ഇവിടെ എത്തി നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ആശംസ അർപ്പിക്കാൻ എത്തിച്ച നമ്മുടെ ഈ വനിതാസംഘം യൂണിയൻ ജ്യോതി ബാഹുലേനും എൻ്റെ ശാഖയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മുടെ ശാഖ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി പ്രീതി ദിനേശൻ, നമ്മളെ പ്രഭാഷണങ്ങളും പ്രീതി വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ രേഖാ ദിനേശൻ്റെയും സെക്രട്ടറി രേഖാ ദിനേശൻ്റെയും, അവർക്ക് രണ്ടുപേർക്കും എൻ്റെയും ശാഖയുടെ പേരുള്ള നന്ദി അറിയപ്പെടുന്നു. അതുപോലെ നമുക്ക് ഒരു പാട്ടിലൂടെ അദ്ദേഹത്തെ നല്ല ഒരു ഗുരുജയന്തി ആശംസ അർപ്പിച്ച നമ്മുടെ ബിജു ചെങ്ങന്നൂരിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബിജു MP, അദ്ദേഹം നമ്മളെ ഗുരുദേവൻ്റെ ഒരു പാട്ടിലൂടെയാണ് നമ്മൾ നല്ല ആശംസ അർപ്പിച്ചത്. അദ്ദേഹത്തിനും യൂണിയൻ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം, അതുപോലെ നമ്മുടെ ശാഖയുടെ മെമ്പറും, അദ്ദേഹത്തിനും ശാഖയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകൾ നേരുന്നു, നന്ദി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച യൂണിയനിലെ നമ്മുടെ കൺവീനർ, അതായത് വിനയചന്ദ്രൻ്റെ വളരെ പ്രയത്നമായ പരിപാടികളായിട്ട് നമ്മുടെ ഘോഷയാത്ര കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുപോലെ ഘോഷയാത്രയിൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നമ്മോടൊപ്പം നിന്ന് നമ്മുടെ മുൻ സെക്രട്ടറി സതീഷ് വാസു, അദ്ദേഹം എപ്പോഴും നമ്മളുണ്ട്. നമുക്ക് വളരെ ഗൈഡിങ്ങും എപ്പോഴും, ഇന്നലെ രാത്രിയിലാണെങ്കിൽ 2 മണിക്ക് അവിടുന്ന് പോയത്, ഇവിടുന്ന് മാറി ഞങ്ങൾ താമസമാക്കിയത് തന്നെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് നിന്ന് നല്ല പരിപാടികൾ ഗംഭീരമാക്കാൻ നിന്നു. അദ്ദേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജയന്തി കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ സപ്പോർട്ടിംഗ് ടീമിനും എല്ലാവിധ ആശംസകളും അതായത് നന്ദിയും രേഖപ്പെടുത്തുന്നു. നമുക്ക് നല്ല രീതിയിൽ ആങ്കറിങ് ചെയ്തു തന്ന നമ്മുടെ ലലിത സതീഷ് മേഡം എപ്പോഴും നല്ല രീതിയിലാണ്, അത് ഇപ്രാവശ്യം നന്നായി ചെയ്തു. വളരെ നന്ദി രേഖപ്പെടുത്തുന്നു, എല്ലാവിധ ആശംസകളും. ബാക്കി ആരെങ്കിലും വിട്ടുകൊണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഗംഭീര പരിപാടിയായി നമുക്ക് നല്ലൊരു പ്രഭാഷണം ഒരിക്കൽ കൂടി വിജയലാൽ നെടുങ്കണ്ടത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.